ഇഡിയുടെ നീക്കത്തിൽ വീണയ്ക്കും റിയാസിനും പിന്തുണ നൽകാതെ സിപിഐ. ഇഡിയുടെ വെളിപ്പെടുത്തലിൽ സിപിഎം മറുപടി നൽകണമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫും പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജും ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സിപിഎം ആവർത്തിക്കുന്നതിനിടെ ഇഡി പുറത്തുവിട്ട വിവരങ്ങൾ സിപിഎമ്മിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസും ബിജെപിയും. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങളാണ് ഇന്നലത്തെയൊക്കെ ഇഡിയുടെ പ്രസ്താവനയിൽ നിന്ന് മറനീക്കി ഒളിച്ചെത്തു വരുന്നത്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ നിന്നും ഗൾഫിലേക്ക്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നും പണം ഗൾഫിൽ എത്തിച്ചാൽ ഗൾഫിൽ നിന്നും അമേരിക്കയിലേക്ക് പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെ ആണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. We are living in a very cruel society. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിപ്പച്ചന് മനസ്സിലായില്ലേ? പല ഇടപാടാണ് നടന്നതെന്ന കടുത്ത ആരോപണം ബിജെപി ഉന്നയിക്കുമ്പോൾ സിപിഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. വിഷയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സിപിഎമ്മിന്റെ ആരോപണം ഏറ്റെടുക്കാൻ സിപിഐ തയ്യാറല്ല. ബിനോയ് വിശ്വം ഇന്ന് നടത്തിയ പ്രതികരണത്തിൽ ഒരു പരിഹാസമുണ്ട്. എന്താ സംഭവം? ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ. ഇതിലൊന്നും സിപിഐ കക്ഷിയല്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും സിപിഐക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി സിപിഐക്ക് ഒന്നും പറയാനില്ല. പക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. സിപിഐക്ക് താല്പര്യമില്ലല്ലോ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിയമം നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഹവാല ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ കേരള പോലീസിന് മുമ്പാകെ ഇല്ല. ഞായറാഴ്ച കോഴിക്കോട്ട് രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച് ഇഡിക്കെതിരെ സിപിഎം പടയൊരുക്കത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് പണം വിദേശത്തേക്ക് അയച്ചതിന്റെയും 20 കോടിയിലേറെ രൂപ കൈകാര്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഇഡി പുറത്തുവിട്ടത്. ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് സിപിഎം. മുഹമ്മദ് റിയാസ് ആകട്ടെ ഇന്ന് നടത്തിയ സമൂഹമാധ്യമ പ്രതികരണത്തിൽ തന്റെ അക്കൗണ്ടിലൂടെ പണം കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അത്തരം വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ റിയാസ് ഇഡിയുടെ മറ്റു വെളിപ്പെടുത്തലുകളിൽ പ്രതികരിച്ചില്ല.